കർത്താവിൽ പ്രിയപ്പെട്ട ദൈവജനങ്ങളെ, സുവിശേഷത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസമാണ്. എൻ്റെ ഭൗതിക വയസ്സ് 97 വയസ്സിലേക്ക് ഞാൻ വന്ന് കാൽവെച്ചിരിക്കുകയാണ്. ആത്മീയത്തിൽ 77 വയസ്സ് പൂർത്തിയാക്കുകയും എൻ്റെ 20 വയസ്സിൻ്റെ 1-ാം ദിവസമാണ് ഞാൻ ഈ രക്ഷയെ പരസ്യമായി സ്വീകരിക്കുകയും ആ സ്വീകരിച്ച അന്ന് തന്നെ ജ്ഞാനസ്നാന വെള്ളത്തിൽ മുഴുകൽ ജ്ഞാനസ്നാനമേൽക്കുകയും ചെയ്തു. എൻ്റെ മനോഭാവം ദൈവവചനത്തോട് ഒരിക്കലും എതിർത്ത് നിൽപ്പാൻ എനിക്ക് ഇടയായിട്ടില്ല. ദൈവവചനത്തെ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. എൻ്റെ മാതാവും എൻ്റെ പിതാവും ഒക്കെയും ദൈവത്തെ വളരെ ഭയപ്പെടുന്നവരായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിന് എന്നെ സംഗീതം കൂടെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ടായി. അദ്ദേഹം സന്തോഷത്തോടുകൂടെ ഒരു നല്ല ഭാഗവതരെ മാവേലിക്കൽ നിന്ന് മുട്ടം വരെ സൈക്കിൾ ചവിട്ടി വന്ന് എന്നെ സംഗീതം പഠിപ്പിക്കുവാൻ ഒരു നല്ല ഭാഗവതരെ തീരുമാനിച്ച് ചട്ടം കെട്ടി. കർണാട്ടിക് മ്യൂസിക് വളരെ നന്നായി ഞാൻ പഠിച്ച് അതിൻ്റെ സപ്തസ്വരങ്ങൾ, ഗീതങ്ങൾ, ഗാനങ്ങൾ, പ്രസിദ്ധമായ ഗാനങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ച് ചിട്ടയായി പാടുവാനും പഠിച്ച് അതിൽ ഞാൻ വളരെ വിദഗ്ധനായി വന്നു. അപ്പോഴാണ് ഞങ്ങളുടെ സ്ഥലത്ത് ആദ്യമായി പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്ന ദൈവവേല ആരംഭിച്ചത്. ദൈവഭാഗത്ത് വന്ന ഉടനെ തന്നെ എനിക്ക് കർത്താവിന് വേണ്ടി വല്ലതൊക്കെ എഴുതണം, ഗാനങ്ങൾ രചിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടായി. കാരണം ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, കർണാട്ടിക് മ്യൂസിക് വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ട്യൂൺ എടുക്കാൻ ഒരു പ്രയാസവുമില്ല. ട്യൂൺ എൻ്റെ ഉള്ളിൽ തന്നെ അനേക ഗീതങ്ങളുടെ ട്യൂൺ എൻ്റെ ഉള്ളിലുണ്ട്. ആ താല്പര്യമുണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഗീതങ്ങൾ എഴുതാൻ തുടങ്ങി. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ സന്ദർഭങ്ങളെയും കുറിച്ചും അപ്പോഴപ്പോൾ വരുന്നതായ സന്തോഷങ്ങൾ, സന്താപങ്ങൾ, കഷ്ടതകൾ, നന്മകൾ, ഉപകാരങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയും ഗീതങ്ങൾ എഴുതുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ ഒരു കൺവെൻഷനിൽ പോയിട്ട് വരുമ്പോൾ ട്രെയിനിലിരുന്ന് ഒരു പാട്ട് എഴുതുവാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെട്ടു. ആ കൺവെൻഷൻ്റെ അന്തരീക്ഷങ്ങളെല്ലാം എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടാണ് ഞാൻ കായംകുളം സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ പാട്ട് എഴുതി കഴിഞ്ഞു. ആശ്ചര്യമേ ഇത് ആരാൾ വർണ്ണിച്ചിടാം. അതിന്ന് പരക്കെ പ്രസിദ്ധമായ ഒരു ഗീതമാണ്. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ 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 കൃപയേ. ഉണ്ടായിരുന്ന സ്വത്തുകൾ, നല്ല താമസഭൂമി, നല്ല താമസ കെട്ടിടം, ഇതെല്ലാം കർത്താവുമായി ചെയ്ത ഉടമ്പടിയുടെ വെളിച്ചത്തിൽ സന്തോഷത്തോടുകൂടി ഞാൻ വിറ്റ് പൂർണ്ണമായ സുവിശേഷത്തിനു വേണ്ടി ഏൽപ്പിച്ചു. എനിക്കപ്പോൾ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. യാതൊരു സങ്കോചവുമില്ലാതെ ഭാര്യയുടെ മാത്രം അനുവാദം വാങ്ങിച്ചുകൊണ്ട് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു, ഈ സ്വത്തുകൾ കർത്താവിന് വേണ്ടി കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കട്ടെ വെച്ച് അവൾ സമ്മതിച്ചു. അവൾ ത്യാഗം സഹിക്കുന്ന സ്ത്രീ ആയിരുന്നതുകൊണ്ട്
അത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ സ്വത്തുകൾ മുഴുവൻ വിറ്റ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ദാനം ചെയ്തു. അന്ന് ഞാൻ ഭവനപ്പടിക്കൽ താമസിക്കുന്ന ഒരു വാടക വീടെടുത്താണ്, ചെറിയ വാടക. ആ വാടക പോലും കൊടുത്തു വീടാനൊക്കാത്ത രീതിയിൽ ഉള്ള കഷ്ടതയാണ് എനിക്ക് അതിനുശേഷം ഉണ്ടായത്. അനേക ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് ആരെയും അറിയിക്കാതെ സഹിച്ചു. ഒരിക്കൽ 16 ദിവസം ഞാൻ പട്ടിണിയായിപ്പോയി. എൻ്റെ ഭാര്യ ത്യാഗം സഹിക്കുന്ന ഒരു സ്ത്രീയായതുകൊണ്ടും യഥാർത്ഥമായി ദൈവത്തെയും സുവിശേഷത്തെയും സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും 2 കുഞ്ഞുങ്ങൾക്ക് ഒന്നിച്ച് മുലപ്പാൽ കൊടുത്തുകൊണ്ട് അവൾ ആ സന്ദർഭം തരണം ചെയ്തു. 16-ാം ദിവസമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റു വരാന്തയിൽ ഇരുന്നുകൊണ്ട് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 1-2 പാട്ടുകൾ എഴുതാൻ എനിക്ക് പ്രേരണ ഉണ്ടായി. അപ്പോഴാണ് സ്തോത്രഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ എന്നുള്ള പാട്ട് തുടങ്ങി. അതിൻ്റെ വരികളെല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ തീവ്രമായി കേട്ടു. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്ന് വല്ലാതെ കരയുക. അപ്പോഴാണ് എൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി ഞാൻ നോക്കി. അവൾ അവശയായി വിവശയായി കിടക്കുകയാണ്. കാരണം 16 ദിവസമായില്ലയോ ആഹാരം കഴിച്ചിട്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ അലവേറും ജീവിത വരിവിൽ നീ തളരുകയോ ഇനി സഹജേ എന്ന് ചോദിച്ചുകൊണ്ട് പാട്ട് തുടങ്ങിയത്. സഹജേ എന്ന് വെച്ചാൽ സ്നേഹിതേ എന്നാണ്. അലവേറും ജീവിത വരിവിൽ നീ തളരുകയാണോ? നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനല്ലേ? അവൻ കണ്ണിൻ മണി പോലെ കാത്തു നിന്നെ സാധിക്കും. ആ ആശയങ്ങൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരികയും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ആ പാട്ട് എഴുതി ചേർത്തു. 2 പാട്ടുകൾ എഴുതിയ അപ്പോൾ ഒന്ന് ആദ്യത്തേത് സ്തോത്രഗീതം പാടുക നീ മനമേ, രണ്ടാമത്തേത് അഴലേറും ജീവിതമലിവിൽ. ആ പാട്ട് അഴലേറും ജീവിതമലിവിൽ എന്നുള്ള പാട്ട് എഴുതി കഴിയാറായപ്പോൾ ലാസ്റ്റ് വരിയും എഴുതി കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ഒരു സ്ത്രീ വന്ന് അച്ചായോ അച്ചായോ എന്ന് വിളിക്കുന്നു. എന്താ ഇങ്ങോട്ട് വന്നാട്ടെ എന്ന് ഞാൻ വിളിച്ചു. അവർ വന്നു. അച്ചായ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. പല പ്രാവശ്യം അച്ചായനെ ഞാൻ സ്വപ്നം കണ്ടു. ദൈവശബ്ദം ഞാൻ കേട്ടു. എൻ്റെ ദാസൻ കഷ്ടതയിലായിരിക്കുന്നു. ആ സഹോദരി ഞങ്ങളുടെ സഭയിലെ ആളെ അല്ല. അവർ പെന്തക്കോസ്ത് യോഗത്തിന് പോയി തുടങ്ങിയ ഒരു സഹോദരിയാണ്. ഞാൻ അവരുടെ വീട് പോയി കണ്ടിട്ടില്ല. എന്നാൽ അവര് 1/2 ലിറ്റർ അരിയും 1/2 രൂപയും കയ്യിലെടുത്തുകൊണ്ടാണ് വന്നത്. അച്ചായ ഇത് വാങ്ങിക്കണം, ഇത് വാങ്ങിച്ചാട്ടെ. എന്താ അച്ചായ, എന്താ ക്ഷീണം? അവരോട് നമ്മുടെ ക്ഷീണം പറയാനൊക്കുമോ? തന്നാട്ട് സഹോദരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാങ്ങിച്ച് സ്തോത്രം ചെയ്ത് വീട്ടുകാരിയെ വിളിച്ച് കഞ്ഞി വെച്ച് നമുക്ക് കുടിക്കാം, നീ എഴുന്നേറ്റ് കഞ്ഞി വയ്യ. ആ പാട്ട് എഴുതാനുണ്ടായ സാവകാശം, ആ 2 പാട്ടുകൾക്കുള്ള സാവകാശമാണിത്. 1 സ്തോത്രഗീതം പാടുക നീ മനമേ, 2 അഴലേറും ജീവിതമറിവിൽ. പിൽക്കാലത്ത് പുതിയ എഴുത്തുകാർ പലർ വർദ്ധിച്ചു വന്നപ്പോൾ ആരുടേതെന്നോ ഇന്നാരുടേതെന്നോ ഒന്നും ചിന്തിക്കാതെ അപഹരണം തന്നെ തൊഴിലാക്കിയിരിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ആത്മീയത്തിലുണ്ട്. അപഹരണമാണ് അവരുടെ തൊഴിൽ. എത്രയോ പേരെ ഞാൻ ഗുണദോഷിച്ചിട്ടുണ്ട്. ആരുടെയും പ്രസംഗങ്ങൾ അപഹരിക്കുകയോ പാട്ടുകൾ അപഹരിക്കുകയോ ചെയ്തുകൂടാ എന്ന് ഞാൻ ഗുണദോഷിക്കുന്ന ആളായിരുന്നു. എന്നാൽ ഈ പാട്ടിന് അനേക അവകാശികളാണ് ഒടുവിൽ എഴുന്നേറ്റത്. അഴലേറും ജീവിതമറിവിൽ നീ കേഴുകയോ ഇനി സഹോദര, നിനക്കത് എഴുതിയിട്ടുണ്ടോ അറിയുന്നത്. എന്നാൽ ദൈവാത്മാവ് തന്നെ എഴുതിയ വരികൾക്ക് തെറ്റ് വരികയില്ല. ഇന്നും ലോകത്തെ
ഒന്ന് കുലുക്കുന്ന പാട്ടായിട്ടല്ലേ അത് മാറിയിരിക്കുന്നു. ആത്മീയതയെ ഒന്ന് ചൈതന്യപ്പെടുത്തുന്ന പാട്ടായിട്ട് മാറിയിരിക്കുന്നു. കാരണം അത് പരമാർത്ഥതയിൽ കൂടെ വന്നതാണ്, കഷ്ടതയുടെ നടുവിൽ കൂടെ വന്നതാണ്. ആ 16-ാം ദിവസം ആ സഹോദരി കൊണ്ടുവന്ന 24 അരി കൊണ്ട് കഞ്ഞി വെച്ചു. ചമ്മന്തി അരയ്ക്കാൻ പോലും തേങ്ങയില്ല, എന്നാലും മതി, മുളകുടച്ച് കഴിക്കാം. അങ്ങനെ കഴിച്ചു. പ്രിയരെ, കർത്താവിന് വേണ്ടി നാം കഷ്ടപ്പെടുന്നത് ഒരിക്കലും നഷ്ടമല്ല. കുന്നംകുളക്കാരനായ KV ജോസഫ് പാസ്റ്റർ എനിക്ക് ഏറ്റവും സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ദൈവദാസനായിരുന്നു. ഹി വാസ് എ ഗിഫ്റ്റഡ് മാൻ. സംഗീതത്തിൽ വളരെ വാസനയും സംഗീത അഭ്യസനം ചെയ്ത ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേർന്നിരുന്ന് എഴുതുകയും ഞങ്ങൾ അവിടെ ഇവിടെയായി ഒറ്റയ്ക്കിരുന്ന് എഴുതുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് വന്ന് എവിടെയെങ്കിലും വന്ന് ഒന്നുകിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ കുന്നംകുളത്ത്, അല്ലെങ്കിൽ മാവേലിക്കരയിൽ, അല്ലെങ്കിൽ കായംകുളത്ത്. അന്ന് ഞാൻ കായംകുളത്തിന് അടുത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹവും പാർട്ടിയുമായിട്ട് ചേർന്ന് വരും. അവരുടെ ഇയർലി കൺവെൻഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുന്നംകുളം KV ജോസഫ് സഹോദരൻ തൻ്റെ കൂട്ടു സഹോദരിമാരായ 4-5 സഹോദരിമാരോടുകൂടിയാണ് കായംകുളത്ത് ചെറിയ പത്തിയൂരിൽ ഞാൻ താമസിച്ചിരുന്നിടത്ത് വരുന്നത്. അങ്ങനെ ദൈവകൃപയാൽ ഈ പാട്ടുകളെല്ലാം ഇതുകൊണ്ട് ആർക്കാണ് ക്രെഡിറ്റ്? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നാം വെറും ദാസന്മാരാണ്. ദൈവം നമുക്ക് തരുന്ന കൃപയെ നാം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എന്തിന് പെരുമ, എന്തിന് ക്രെഡിറ്റ്, എന്തിന് സ്വാർത്ഥത? അതൊക്കെ അനാത്മീയർക്കുള്ളതല്ലേ. ആത്മീയർക്ക് അതുവല്ലോ ഉണ്ടോ? ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടോ ഓരോരുത്തർ ഈ അവകാശവാദങ്ങൾ പറയുന്നത്. ഞാനിതിലൊന്നും മറുപടി അധികം പറയാൻ പോകില്ല. ഞാനൊരു സ്ഥലത്ത് കൺവെൻഷന് പോയിട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു, സന്തോഷിച്ചുകൊണ്ടിരുന്നു. ഞാനത് ബസ്സിലിരുന്ന് എഴുതാൻ തുടങ്ങി. വിശ്വാസ വീട്ടിൽ വന്ന് എഴുതി പൂർത്തിയാക്കി. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ഞാൻ ആ മദ്രാസിൽ കർത്താവിൻ്റെ വേദിയിലിരിക്കുമ്പോൾ ആ ആണ്ടിൽ അവിടെ വരുന്ന കൺവെൻഷന് വേണ്ടി പാട്ടെഴുത്തുകാരായ ഞങ്ങളെ പ്രേരിപ്പിച്ച് പൊതുപാസ്റ്റർമാരെ പ്രേരിപ്പിച്ചു. ഞാൻ ആ കൺവെൻഷന് വേണ്ടി എഴുതിയ പാട്ടാണ് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം. എൻ്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകറ്റ വേല ചെയ്തിടാം. എല്ലാം ആ കൺവെൻഷന് വേണ്ടി ഞാൻ എഴുതിയ പാട്ടാണ്. ഞങ്ങൾ 1 മാസം മുമ്പേ മുതലേ ഞങ്ങളെ പാട്ടുകാരെ വിളിപ്പിച്ച് പുതിയ പാട്ടുകൾ തയ്യാറാക്കുവാനും അതിന് സെൻട്രൽ മാസ്റ്റർമാരായിരുന്നു നിർബന്ധവും നല്ല അറ്റ്മോസ്ഫിയർ ചെയ്തു തരും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ ശാന്തതയോടെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും വാശികളും പിടിവാശികളും സ്വന്തം പേരിനെ പ്രസിദ്ധപ്പെടുത്താനുള്ള കൊതിയും നാം വിട്ടുകളഞ്ഞിട്ട് ദൈവമഹത്വത്തെ മാത്രം ആഗ്രഹിക്കുക. എഴുതിയവരും പാടിയവരും എല്ലാം തലമുറകളുടെ കാലങ്ങൾ കഴിഞ്ഞു. ഇനി അവശേഷിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ പേര് ചീത്തയാക്കാതെ ദൈവമഹത്വത്തിനായി അവർ വരേണ്ടത് അവരെ പ്രേരിപ്പിക്കുക. അല്ലാതെ ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് നിങ്ങൾ ആരും എന്നെ ഇനി ക്ഷണിക്കരുത്, ഞാൻ വരികയുമില്ല.